ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്നതാണ് ഈ ഉറുമ്പെന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ഉറുമ്പ് നമ്മൾ എന്തെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ കഴിച്ച എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് താഴെ വീണ് കഴിഞ്ഞാൽ ഉടനെ അവിടെ ഉറുമ്പെരിക്കും. അപ്പോൾ ഈ ഉറുമ്പെരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഇവിടെ ഇന്നത്തെ കണ്ടൻ്റായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഉറുമ്പെരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമുക്കറിയത്തില്ല, നമ്മളത് വീണ് കഴിയുമ്പോഴൊന്നും പെട്ടെന്നൊന്നും ഉറുമ്പ് വരാറില്ല, നമുക്കറിയാം. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഉറുമ്പ് എത്രത്തോളം മധുരമുള്ള സാധനമാണോ അത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഉറുമ്പെരിക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അത് തന്നെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാനും പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സാധനങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെ ആ രണ്ട് സാധനമാണ് ഒന്ന് ഈ കാണുന്ന റസ്ക്. ഈ റസ്ക് വെച്ചിട്ടും പിന്നെ വേണ്ട ഈ കാണുന്ന പഞ്ചസാര വെച്ചിട്ടുമാണ് നമ്മളിവിടെ ആ ഒരു ടെസ്റ്റിങ് നടത്താൻ പോകുന്നത്. എന്തായാലും പഞ്ചസാരയ്ക്ക് കുറച്ച് മധുരം കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറുമ്പ് ഇതിലേക്ക് പെട്ടെന്ന് വരാം. അപ്പം നമ്മൾ എന്തായാലും ജസ്റ്റ് ഒരു ഫുഡായിട്ട് നമ്മൾ കഴിക്കുന്നതായിട്ടൊരു ഐറ്റം കൂടെ നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ റസ്ക്കാണ് എടുത്തിരിക്കുന്നത്, ബിസ്ക്കറ്റ് ആയിരുന്നു വിചാരിച്ചത്. എന്തായാലും റസ്ക് കിട്ടി. എന്തായാലും ഇത് വെച്ച് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതേപോലെ നമ്മളൊരു പേപ്പറിലായിരിക്കും നമ്മുടെ ആ റിസ്ക് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ തറയിലാണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിസ്കിനും ഈ ഒരു പഞ്ചസാരയ്ക്കും നമ്മൾ ഈ ഒരു പേപ്പർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എത്ര നേരത്തിന് ശേഷമായിരിക്കും നമ്മുടെ ആ രണ്ട് ഫുഡ് ഐറ്റംസിൽ നമ്മൾ ഉറുമ്പ് വരിക എന്ന് നോക്കാൻ വേണ്ടി നമ്മളിവിടെ സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈമിംഗ് കൂടെ നമുക്കൊന്ന് നോക്കണം, ഏതിലായിരിക്കും ആദ്യം വരാൻ പോകുന്നത്, അതും എത്ര നേരത്തിന് ശേഷമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ അതേ നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്ന സ്ഥലം തന്നെ ഈ കാണുന്ന സ്ഥലമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഉറുമ്പോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. നമ്മൾ ഈ ജസ്റ്റ് ഈ ഒരു കരിയില മണ്ടയ്ക്കാനാണ് നമ്മുടെ ആ ഒരു ഫുഡ് ഐറ്റം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ റസ്ക് ആണ്. അങ്ങനെ ആ ഒരു പേപ്പറിലേക്ക് നമ്മൾ ആ ഒരു റസ്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എത്ര നേരത്തിന് ശേഷമായിരിക്കും ഇതിലേക്ക് ഒരു ഉറുമ്പ് കയറി വരിക എന്ന് നമുക്ക് നോക്കാം. എന്തായാലും പെട്ടെന്ന് തന്നെ ഒന്നും ഉറുമ്പ് വരാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം. എന്തായാലും കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് നോക്കാം എന്തായാലും വരുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. അല്ല, വരാതിരിക്കത്തുമില്ല. ഇത്രയും സൗകര്യമായിട്ട് നമ്മളൊരു പീസ് പേപ്പറിൽ നമ്മൾ ഇതേപോലെ ഒരു ഫുഡ് ഐറ്റം അവർക്ക് വേണ്ടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പറന്ന് ഓടി അവരെത്തിയിരിക്കും. അതേസമയം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ മധുരമുള്ള എന്തെങ്കിലുമൊക്കെ താഴെ നിന്ന് പൊഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനടി വന്ന് ഈ ഒരു ഉറുമ്പുകൾ വന്ന് പൊതിയുന്നത് കാണും. ആ ഒരു ഉറുമ്പുകൾക്കാണോ ഈ തറയിൽ ഇത്ര സൗകര്യത്തോടെ വെച്ച് കൊടുക്കുന്ന ആ ഒരു ഫുഡ് ഐറ്റം അവർക്ക് ഒന്ന് എടുക്കാൻ പാട്. എന്തായാലും നമുക്ക് കുറച്ച് കാത്തിരുന്നാണെങ്കിലും നമുക്ക് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടറിയാം. പഞ്ചസാരയുടെ അത്ര റിസ്കിന് മധുരമില്ലെങ്കിലും എന്തായാലും എവിടെ നിന്നേലും ഏതെങ്കിലും ഒരു ഉറുമ്പ് വന്നാൽ മതി, പിന്നെ ഇവിടെ മൊത്തം ഉറുമ്പായിക്കോളും. അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് ദാണ്ട് ഒരു ഉറുമ്പ് കീഴിൽ കൂടെ പോയത്. ആദ്യം കയറിയ ആൾ ഇറങ്ങിയെങ്കിൽ നേട്ട് പിന്നെ വേറൊരാൾ കയറി വരുന്നു. അതൊരു കുഞ്ഞൻ ഉറുമ്പ്, സൈസിൽ വെച്ചിട്ട് ചെറുതാണെങ്കിലും വന്നത് ഉറുമ്പാണല്ലോ. അപ്പോൾ ചെറിയ ഉറുമ്പ് ഒരെണ്ണം കയറിയിട്ടുണ്ട് നമ്മുടെ റസ്കിൻ്റെ അടിയിലോട്ട്. ഇനി നമുക്ക് കണ്ടറിയാം എന്തുവാ നടക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ കയറിയാൽ നമ്മുടെ റസ്കിൻ്റെ മുകളിൽ കൂടെയും അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നിട്ട് അവൻ്റെ കൂട്ടാളികളെയൊക്കെ വിളിക്കാനുള്ള ശ്രമത്തിലാണ് ആള്. അപ്പോൾ ആള് തിരിച്ചിറങ്ങി പോയിട്ടുണ്ട്. പിന്നെ വന്നത് ഒരു പടയായിട്ടായിരുന്നു. ഈ കാണുന്ന ഈ ചെറിയ ഉറുമ്പിനാണ് നമ്മൾ വീട്ടിനകത്തും റസ്കൊക്കെ പൊടിച്ചിടുമ്പോഴും അല്ലെങ്കിൽ എന്ത് നമ്മൾ ഫുഡ് ഐറ്റം അതിലുള്ള എന്തെങ്കിലും പൊടിച്ചിട്ടാൽ തന്നെ അത് വന്ന് എടുക്കുന്നത് ഈ കാണുന്ന ചെറിയൊരു ഉറുമ്പാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഉറുമ്പും പിന്നെ ഇപ്പോൾ വലിയൊരു ഉറുമ്പിനെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ചെറിയ ഉറുമ്പ് നേരെ നമ്മുടെ റസ്കിൻ്റെ അടിയിലോട്ട് കയറുവാണ് എല്ലാവരും. എന്തായാലും ഉറുമ്പുകൾക്ക് ഈ ഒരു റസ്കിൻ്റെ സൈസ് താങ്ങാത്തതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ ചെറിയ ചെറിയ പീസാക്കി കൊണ്ടുപോകാനാണ് കൂടുതലും ചാൻസ്. എന്തായാലും ഇപ്പോൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, പുറമേ നമുക്ക് ആ ഉറുമ്പുകളെ കാണാൻ പറ്റുന്നില്ലെങ്കിലും സൈഡിലും ഇതിൻ്റെ അടിയിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഉറുമ്പുകൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റസ്കിലേക്ക് ഇത്ര ഉറുമ്പുകൾ വരാനെടുത്ത ടൈം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 9 മിനിറ്റ് 50 സെക്കൻഡ് ആണ്. അപ്പോൾ ഇത്രയും നേരം എടുത്തിട്ടാണ് ഇത്രയും ഉറുമ്പെങ്കിലും ഇതിനടിയത്ത് കയറിയത്. അങ്ങനെ വന്നവന്മാരിൽ ഏറ്റവും ഭീകരനായ കട്ടുറുമ്പ് ഇതുണ്ട് നമ്മുടെ റസ്കിൻ്റെ മണ്ടയ്ക്കോട്ട് കയറിയിട്ടുണ്ട്. ആശാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കടിച്ച് പറിക്കാൻ നോക്കുവാണ്. എന്തായാലും ആശാൻ്റെ കടി കിട്ടിയിട്ടുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വന്നിരിക്കുന്ന കട്ടുറുമ്പിന് ഒരു ഗ്യാങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കിടന്ന് പരിശ്രമിക്കുവാണ്. എന്തായാലും ചെറിയ ഉറുമ്പുകൾ ഓരോന്നോരോന്നായിട്ട് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ഉറുമ്പ് പോലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ലല്ലോ, അതിൻ്റെ റസ്കിന് മണ്ടയ്ക്കൊന്നും കാണുന്നില്ലെന്ന് വിചാരിക്കുമെങ്കിലും ഇതിൻ്റെ അടിയിലും പിന്നെ ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചെറിയ ഉറുമ്പുകൾ നിറഞ്ഞിട്ടുണ്ട്. ആകപ്പാടെ പുറത്ത് കിടന്ന് മൽപ്പിടുത്തം പിടിക്കുന്നത് ഈ കാണുന്ന കട്ടുറുമ്പ് മാത്രമാണ്. ബാക്കി എല്ലാവരും അകത്ത് കയറിയിട്ട് ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഉറുമ്പ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം നോക്കിയപ്പോഴത്തേക്കും ഏകദേശം 18 മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ റസ്ക് മൊത്തം ഉറുമ്പ് പൊതിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ പഞ്ചസാര നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. പഞ്ചസാര എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊക്കെ പറയും ഇതെന്ത് പെട്ടെന്ന് തന്നെ ഇതിൽ ഉറുമ്പ് കയറി ഇപ്പം തന്നെ കൊണ്ടുപോയെല്ലാം അതേപടി ആയിരിക്കും. പക്ഷെ നമ്മൾ ഇതിനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റതിനെ കാട്ടി ഒരുപാടധികം കാര്യങ്ങൾ ഇതിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ ഓരോന്നോരോന്നായിട്ട് വഴിയെ പറയാം. എന്തായാലും നമ്മൾ റസ്ക് വെച്ചിരിക്കുന്നിടത്തുനിന്ന് കുറച്ച് നീങ്ങിയാണ് നമ്മുടെ ഈ ഒരു പഞ്ചസാര നമ്മൾ വെച്ചിരിക്കുന്നത്. ഇവിടെ അടുത്തൊന്നും പ്രത്യേകിച്ച് ഉറുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നോക്കിയാണ് വെച്ചത്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പഞ്ചസാരയിലേക്ക് ഒരു ഉറുമ്പ് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉറുമ്പിനെ തന്നെയാണ്. ഈ ഒരു ഉറുമ്പ് വലിയ കടിയൻ ഉറുമ്പൊന്നും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്തൊക്കെ മറ്റേ സാധാ പഞ്ചസാരയൊക്കെ വെക്കുമ്പോൾ പഞ്ചസാര പാത്രത്തിലൊക്കെ വന്നിരിക്കാറുള്ള ഉറുമ്പ് തന്നെയാണ്. എന്തായാലും ഈ ഉറുമ്പ് വരുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറേ അധികം ചെറിയ ഉറുമ്പുകളും കയറി വരുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് ഇപ്പം നമ്മുടെ റിസ്ക് അകത്താക്കിക്കൊണ്ടിരിക്കുന്ന ചെറിയ ഉറുമ്പുകൾ. അപ്പോൾ ആ ഉറുമ്പും പിന്നെ ഇപ്പം കണ്ട ആ ഒരു ഉറുമ്പുകളോടാണ് ഈ ഒരു പഞ്ചസാരയിൽ കൈയടക്കാൻ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പഞ്ചസാരയോടെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരം തന്നെയാണ്. നമ്മുടെ റിസ്ക് തിന്നുകൊണ്ടിരിക്കുന്ന അതേ ഉറുമ്പുകൾ ഇവിടുന്ന് പഞ്ചസാര എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്കൂട്ടാവുന്നതൊക്കെ കാണാം. പക്ഷെ നമ്മുടെ നേരത്തെ ആദ്യം കയറി വന്ന ആ ഒരു ചോന് പോലത്തെ ആ ഉറുമ്പ് അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഒറ്റവാക്കി പറയുവാണെങ്കിൽ ആദ്യം വന്ന ഉറുമ്പുകൾ തന്നെ അവരുടെ ടെറിട്ടറി ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പഞ്ചസാര എടുത്തുകൊണ്ട് പോയിരുന്ന ഒരു ചെറിയ ഉറുമ്പിനെ മറ്റേ ഉറുമ്പുകൾ എല്ലാവരും കൂടെ കൂട്ടി വട്ടം വിട്ട് ഓടിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് കാണാം. അത് ഈ പഞ്ചസാര എടുത്തുകൊണ്ട് പോയ ഉറുമ്പുകളെ മാത്രമല്ല, ആ ഒരു പഞ്ചസാര നേരത്തെ എടുക്കാൻ നിന്ന അതിലെ അത്രയും ആ ഒരു കറുത്ത കുഞ്ഞുറുമ്പുകളെ ആ ഒരു ഉറുമ്പ് മൊത്തത്തിലേ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഈ ഒരു ടെറിട്ടറി ഫുള്ള് ഇവരുടെ കൺട്രോളിലാണ്. ഇതിലേക്ക് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഉറുമ്പ് കയറി വന്നാൽ ഉടനെ എല്ലാം കൂടെ ഓടിച്ചു വിടും. അതാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റിയൊരു പ്രത്യേകത. അപ്പോൾ ഉറുമ്പുകളിലും പല സ്വഭാവമുള്ള ഉറുമ്പുകളുണ്ടെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതോടെ മനസ്സിലായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു ഉറുമ്പിൻ്റെ ഇപ്പുറത്തെ സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ഒറ്റ ഉറുമ്പ് പോലും നമ്മളെ ഈ ഒരു റെസ്കി കാണാനില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കിത് അവർക്കത് അങ്ങനെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അതായത് മനുഷ്യർ മതം പറഞ്ഞ് വേർതിരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഉറുമ്പുകളും അവരവരുടെ ഓരോ ഗ്യാങ്ങിനെയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഗ്യാങ്ങിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉറുമ്പുകൾ മറ്റൊരു ഉറുമ്പുകളുടെ കൂട്ടത്തിലേക്ക് കൈകടത്താൻ ചെന്ന് കഴിഞ്ഞാൽ ഉടനടി എല്ലാവരും അടിയാവും അങ്ങോട്ട്. എന്തായാലും നമുക്ക് ചുറ്റുമുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് അതിന് മനസ്സിലാവും. ചുറ്റുമുള്ളതിനെ ഒന്ന് ഇരുത്തി നിരീക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടധികം. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മൾ ഈ ഒരു കണ്ട കാഴ്ചകൾ.